പക്ഷേ ഇവിടെ ഒരു മാനസിക രോഗിയായ, തീർത്തും മാനസികം മാത്രം പറയുന്ന ആളുകളോട് തട്ടിക്കയറുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ. മിനിമം വേതനമടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച കണ്ണൂർ കൊയിലി ആശുപത്രിയിൽ സമരം ശക്തമാക്കി നഴ്സുമാർ. ആശുപത്രിയിലെ OP വിഭാഗത്തിന് മുന്നിൽ പ്രതിഷേധിച്ച നഴ്സുമാർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരനെ കണ്ട് സംസാരിക്കാൻ തുടങ്ങിയതോടെ നഴ്സുമാരോട് മോശമായി പെരുമാറിയെന്ന് പരാതി. തുടർന്ന് ആശുപത്രിയിൽ സംഘർഷാവസ്ഥയുണ്ടായി. വേതന വർധനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കൊയിലി ആശുപത്രി മാനേജ്മെന്റും നഴ്സുമാരും ഇതുവരെ ധാരണയിലെത്തിയിട്ടില്ല. ഇതോടെയാണ് പ്രതിഷേധം ശക്തമാക്കിയത്. ഇപ്പൊ നമ്മൾ 61 ദിവസമായി ഇവിടെ സമരത്തിനിരിക്കുന്നു. ഇതുവരെ നമ്മൾ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ സമരത്തിനിരുന്നത്. നമ്മൾ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറുകയോ ഇവരെ ഉപരോധിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത്രയും ദിവസമായിട്ട് 20-ലധികം ചർച്ചകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കളക്ടർ അടക്കം ചർച്ചകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയും കൊയിലി മാനേജ്മെന്റിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായില്ല. ബാക്കിയുള്ള മാനേജ്മെന്റിനൊക്കെ വരുമായിരുന്നു, കൊയിലി മാനേജ്മെന്റ് വരുന്നുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മൾ സമരം ഇരുന്നിരുന്നത്. പിന്നെ നമ്മൾ കളക്ടറേറ്റിലേക്കായി. അവിടെ പിന്നെ രാപ്പകൽ സമരം നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഹോസ്പിറ്റലിലും ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്ന് പറയുന്ന ദിവസം കളക്ടർ ചർച്ച വിളിച്ചിട്ട് കൊയിലി മാനേജ്മെന്റ് വന്നിട്ടുണ്ടായിട്ടില്ല. ബാക്കിയുള്ള മാനേജ്മെന്റുകളൊക്കെ വന്നിട്ട് അവർ 5 ഹോസ്പിറ്റലുകാർ സൈൻ ചെയ്തു. നമ്മളിപ്പോൾ 6 ഹോസ്പിറ്റൽ ഒരുമിച്ച് തുടങ്ങിയ ഒരു സമരമാണിത്. അപ്പോൾ 5 ഹോസ്പിറ്റൽ മാത്രം സൈൻ ഇട്ടതുകൊണ്ടാണ് ബാക്കിയുള്ളവരും കയറാതെ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നത്. കൊയിലി മാനേജ്മെന്റ് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ തന്നെ വന്നിട്ട് നമ്മൾ രാപ്പകൽ സമരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ ഇന്നലെ വന്ന് ചെയ്തു. അപ്പോൾ ഇന്ന് അവർ പറഞ്ഞ ഇന്ന് 11 മണിക്ക് അവർ നമ്മളോട് സംസാരിച്ച് നമുക്ക് ഒപ്പ് കിട്ടുമെന്നുള്ള ഒരു ഇതിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നത്. പക്ഷേ ഇതുവരെ ഒരു 12:30 ചർച്ചയ്ക്ക് അവരെ പോയി കണ്ടിട്ട് HR മാനേജറിനെ കണ്ടിട്ടും അതിലൊരു ഇതും ഉണ്ടായിട്ടില്ല, അതിലൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. അവരെ കാണുമ്പോഴും പിന്നെ അവസാനം ഇവിടുത്തെ സൂപ്രണ്ടിൻ്റെ പുള്ളിക്കാരനാണേലും നമ്മളെ ഭയങ്കരമായിട്ട് ചീത്ത പറയുകയും കൂടെയുള്ള ഞങ്ങളുടെ കുറേ സ്റ്റാഫുമാരെ അടിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ആരെയും നമ്മൾ തടഞ്ഞു വെച്ചിട്ടില്ല. നമ്മുടെ അവകാശം നേടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ സമരം ചെയ്യുന്നത്. ആരെയും നമുക്ക് അടിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ അവരാണ് നമ്മളെ നേരെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഉപദ്രവിച്ചത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ തന്നെയാണ് കാരണം. ഇത് വളരെ മാന്യമായിട്ട് തീരേണ്ട ഒരു സമരമാണ്. പക്ഷേ ഈ കൊയിലിക്കാർ ഒരാൾ കാരണമാണ് ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. മെഡിക്കൽ സൂപ്രണ്ടൻ്റാണ് ഇവിടുത്തെ. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞ സമയത്ത് അവർക്ക് ഒപ്പിടാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. HR മാനേജർ പറഞ്ഞത് അവർക്ക് ഇവിടെ സൈൻ ചെയ്യാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മുകളിൽ നിന്നുള്ള ഓർഡറാണല്ലോ അവർ പാലിക്കേണ്ടത്. അപ്പോൾ ഇവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഞങ്ങൾ അവർ ഇവിടുത്തെ ഓണറല്ല, ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ആവശ്യം ചോദിക്കുമ്പോൾ അവർ നല്ലോണം നമ്മളെ വീഡിയോയിലൊക്കെ നമുക്ക് തെളിവുണ്ട്. നമ്മുടെ കുറേ സ്റ്റാഫുമാരെ ഉപദ്രവിക്കുകയും ലാത്തി വാങ്ങിയവരടിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നല്ലോണം ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ കയ്യിൽ നിന്ന് ലാത്തി വാങ്ങി അടിച്ചു. അത് കിട്ടിയ ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫുമാർ മൊത്തം. ഇത്രയും നാൾ സമരം ചെയ്തിട്ട് നമുക്കാരും പ്രൊട്ടക്ഷനായിട്ട് ആരും വന്നിട്ടില്ല. ഇപ്പം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ പുറത്ത് കണ്ടു കാണുമല്ലോ എത്രമാത്രം വണ്ടികൾ വന്നിട്ടുണ്ടാവുന്നു. നമ്മൾ ആ കളക്ടറേറ്റ് കടന്നപ്പോൾ പോലും ഒരു മനുഷ്യരും നമുക്ക് പ്രൊട്ടക്ഷൻ തന്നിട്ടില്ല. ആ പുറത്ത് കടന്നപ്പോൾ പോലും അവരൊന്നും പറയുന്നില്ല. അതാണ് പ്രശ്നം. ഇത്രയും ദിവസം എന്തുകൊണ്ടാണ് നമുക്ക് സൈൻ തരാത്തെന്ന് അവർ പറയുന്നില്ല. അവർക്കൊരു വ്യക്തമായ കാരണം ഉണ്ടെങ്കിൽ നമ്മളോടത് പറഞ്ഞൂടെ. ഇന്നും അവർ പറഞ്ഞിട്ടില്ല. ഇന്നും അവർ പറഞ്ഞത് 2 ദിവസത്തെ സമയം വേണമെന്നാ. ഇനിയും എപ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഓൾറെഡി ചർച്ചയ്ക്ക് പോകുമ്പോൾ അവർ സമയം വേണമെന്നാ ചോദിക്കുന്നത്. ഇനി മാത്രം എന്താ പഠിക്കാനുള്ള? ഈ 61 ദിവസമായിട്ട് ഇവർക്കൊന്നും പഠിക്കാനില്ലായിരുന്നോ? നഴ്സുമാർ സമരം വന്ന് 61 ദിവസമായി ഇന്നത്തേക്ക്. അപ്പം 6 ആശുപത്രികൾ ആയിരുന്നു സമരത്തിലുണ്ടായത്. അതിൽ 5 ആശുപത്രി ഇന്നലെ സൈൻ ചെയ്തു. അപ്പം കളക്ടർ മുന്നിൽ നിന്നായിരുന്നു സൈൻ ചെയ്തത്. അപ്പോൾ കളക്ടർ വിളിച്ചിട്ടും മാനേജ്മെൻറ്റ് ഇന്നലെ പോയിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ സമാധാനപരമായിട്ടായിരുന്നു സമരം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഗംഗാധരൻ സാറ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു സൈൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം സാറ് ഞങ്ങളെ മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. ഈ കൊയിലിയിലെ ഹോസ്പിറ്റലിൽ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളും ന്യായമായ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ച് കളക്ടർ മുമ്പാകെ ഒപ്പുവെച്ചുകൊണ്ട് അവരൊക്കെ ഹോസ്പിറ്റലിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഇവിടെ ഒരു മാനസിക രോഗിയായ, തീർത്തും മാനസികം മാത്രം പറയുന്ന ആളുകളോട് തട്ടിക്കയറുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇവിടെയുള്ള നഴ്സുമാരെ ചീത്ത പറയാനും
സമരത്തെ ഒറ്റുകൊടുക്കാനും വേണ്ടി നേതൃത്വം മുന്നോട്ട് വന്നു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം ഇവിടെയുള്ള ഗംഗാധരൻ നായർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം കഴിഞ്ഞ കളക്ടറുടെ മുമ്പാകെ വെച്ച് കളക്ടറോട് ഷൗട്ട് ചെയ്ത് കളക്ടർ ഓഫീസ് വളരെ ബലം പ്രയോഗിച്ചുകൊണ്ട് ഡോറ് തുറന്ന് അകത്ത് ശബ്ദത്തോടുകൂടി അടച്ച് വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നത്. ഇന്നിപ്പോൾ എന്നാ സംഭവം? സ്വാഭാവികമായി ഒരു സമരം നടക്കും, ആ സമരത്തിൽ പ്രതിഷേധമറിയിക്കുമ്പോൾ ഈ ഡോക്ടർ പുറത്തു നിന്നുകൊണ്ട് കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ ഇവിടെയുള്ള ജീവനക്കാരെ ചീത്ത പറയുകയാണ്. അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അറക്കുന്ന ഭാഷയിലാണ് അവർ ഈ പറയുന്ന ഇവിടുത്തെ ഡോക്ടർ. അങ്ങനെ ഒരു മാനസിക രോഗിയായ ഒരാളെ ഈ സ്ഥാപനത്തിന് തലപ്പത്ത് കെട്ടിവെച്ചുകൊണ്ട് ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഏതറ്റം വരെയും ഇവിടെയുള്ള നഴ്സുമാർ പോകുമെന്ന് മാത്രമല്ല, അവരേതറ്റം വരെയും സമരം നടത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡുകൾ ബാക്കി 5 ആശുപത്രികളും ഒപ്പുവെച്ച അതേ ഡിമാൻഡ് അംഗീകരിക്കാത്ത ഒരു നിമിഷം പോലും ഇവിടുന്ന് പിന്മാറില്ല. ഇവിടുത്തെ നിയമ സംവിധാനത്തോടും എല്ലാവരോടും ഞങ്ങൾ ബഹുമാനമാണ്. പക്ഷേ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ, അത് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, മുഴുവൻ മാനേജ്മെന്റുകളും മറ്റ് 5ഓളം ആശുപത്രികളും ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മാത്രം എന്താണ് ഇതൊന്നും ബാധകമല്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കണം. ഇവിടെ സംസ്ഥാന ആശുപത്രിയുടെ മാനേജ്മെന്റ് അസോസിയേഷൻ പറഞ്ഞു നിങ്ങൾ ഒപ്പുവെക്കണം. പക്ഷേ ഈ ധിക്കാരവും അഹങ്കാരവും കൊണ്ട് നടക്കുന്ന ഈ ഡോക്ടർ ഇതിന് തയ്യാറല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആളുകളെ വെല്ലുവിളിക്കുകയാണ്, ചീത്ത പറയുകയാണ്. കേട്ടാൽ അറുക്കാത്ത ഒരു സംസ്കാര ശൂന്യനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരാളെയാണ് ഇവർ അഡ്മിനിസ്ട്രേറ്ററായി വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ചർച്ച നടക്കും? ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കൂ. പക്ഷേ അതുപോലും കേൾക്കാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള വസ്തുത. അതുകൊണ്ട് തന്നെ ഈ സമരം ഈ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ചൊപ്പിടാതെ ഞങ്ങൾ ഒരാൾ പോലും ഇവിടുന്ന് നീങ്ങില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു ചർച്ച.